ഹലോ ഫ്രണ്ട്സ്, ഈ മത്തങ്ങ ഇന്ന് നമ്മളിപ്പോ പറിച്ചെടുത്തതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ചാറുകറി ഉണ്ടാക്കാവേ, മത്തങ്ങ വെച്ചിട്ട്. ഇത് പണ്ട് എന്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഈ മത്തങ്ങ ഏകദേശം ഒരു 3.5-4 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടാ. ഞങ്ങള് ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് ടൂർ ആയതുകൊണ്ടിട്ട് വെള്ളം ഒഴിക്കാതെയൊക്കെ ഇട്ട് ബാക്കിയുള്ള ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. പക്ഷെ മത്തങ്ങയും കുമ്പളങ്ങയും മാത്രമേ ഉണങ്ങാതെ ഇങ്ങനെയോ പിടിച്ചു നിന്ന്. പിന്നെ ചെന്നൈയിൽ ഇടയ്ക്ക് 1-2 മഴ കൂടി പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്തങ്ങ കറിക്ക് വേണ്ടി ആ മത്തങ്ങ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതിൻ്റെ തോലിന് നല്ല കട്ടിയായിട്ടുണ്ട്. മത്തങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തോലിത്രക്ക് കട്ടിയായിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ നിന്ന് വളരെ ചെറിയൊരു പീസ് കട്ട് എടുത്തിട്ടുണ്ട്. അത് ഇത്രയും മതി. എന്നിട്ട് നമ്മളതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറിയ ഒരു സ്ക്വയറായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത്രയുള്ള ഒരു പീസ് മതിയേ. അതങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് പിന്നെ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാം. ഈ മത്തങ്ങയുടെ കുരു വന്നിട്ട് നമുക്ക് ഞാൻ സാധാരണ അങ്ങനെ എടുത്ത് വെച്ചിട്ട് മുളകെല്ലാം ഉണക്കുമ്പോൾ അതിലിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. മത്തങ്ങ കുമ്പളങ്ങയുടെ എല്ലാം സീഡ്സ് വന്നിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള പൊടികളിൽ നമ്മളെ മില്ലിൽ ആട്ടുന്ന പൊടികളിൽ നമുക്ക് അതിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അതപ്പോൾ നമുക്ക് ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും അതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇതാണ് അതിൻ്റെ സീഡ്സ്. അല്ലെങ്കിൽ രണ്ടാമത് ചെടിക്ക് മത്തങ്ങ നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുരുക്കൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പംകിൻ സീഡിൽ നിറയെ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ ഇമ്മ്യൂണിറ്റി കിട്ടാനും വളരെ നല്ലതാണ് മത്തങ്ങ. അതുപോലെ തന്നെ അതിൻ്റെ സീഡ്സ് വന്നിട്ട് നമുക്ക് മുടിക്ക് വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് നല്ലതാണ്. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനും ഈ പംകിൻ സീഡ്സ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളുടെ നോർമലായിട്ടുള്ള ഇമ്മ്യൂണിറ്റിനെ അത് വളരെയധികം ബൂസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മത്തങ്ങയുടെ കുരുക്കൾ കിട്ടിയാൽ അതങ്ങനെ എടുത്ത് കുറച്ചായിട്ട് കഴുകി എടുത്തിട്ട് ഉണക്കി സാധാരണ നമ്മൾ മുളക് മഞ്ഞളെല്ലാം പൊടിപ്പിക്കുന്നതിൽ ഇട്ടിട്ട് അങ്ങനെ പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ കുറച്ചായിട്ട് ഇത് ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് പംകിൻ സീഡ്സിന്. അപ്പോൾ നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ അത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും വളരെ നല്ലതാണ്. ഒന്നിച്ച് നമ്മൾ അത് കൂട്ടി വെച്ചിട്ട് ഒന്നിച്ച് പൊടിച്ചെടുത്താലും മതി. അപ്പം ഞാനിതിങ്ങനെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തോല് കളയാൻ വേണ്ടി എനിക്ക് കുറച്ച് അധികം സമയമെടുത്ത്, ഭയങ്കര ബുദ്ധിമുട്ട്. അതിങ്ങനെ നന്നായിട്ട് മൂത്ത് പോയിട്ടുണ്ട് ഈ മത്തങ്ങ. ഞങ്ങളത് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിലും കുറച്ചായി, 1 മാസം മുന്നേ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് എടുക്കാതെ അങ്ങനെ വിട്ട്, പല തിരക്കുകളും യാത്രകളും എല്ലാം കാരണം. അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് നമ്മൾ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ. അതിനുശേഷം അത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ ഇടുവാണ്. അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക് എരിവിനായിട്ട് ഒരു 3-4 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരു 4-5 പീസ് വെളുത്തുള്ളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കും. അത് മാത്രമല്ല അത് കുറച്ച് നല്ല ടേസ്റ്റി കൂടിയായിരിക്കും. പിന്നെ നമ്മൾ കുക്കറിൽ ഒരു 1/2 കപ്പോളം പീസ് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പീസ് പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട്, പീസ് പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു പരിപ്പുകളൂടെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ പീസ് പരിപ്പാണ് ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. കടലപ്പരിപ്പ അല്ലെങ്കിൽ മറ്റു പരിപ്പുകൾ ഈ കറിക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് പരിപ്പ് കൂടെ കഴുകിയിട്ട് കുക്കറിൽ ആവശ്യത്തിനുള്ള 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 വിസിൽ നമ്മൾ എടുക്കുക. ആവി നന്നായിട്ട് പോയ പുറകെ നമുക്ക്
കുറച്ച് ഒരു അരമുറി തേങ്ങ, കുറച്ചൊരു ജീരകം, ഒരു ഇതള് കറിവേപ്പില, ഇത്രയും മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുത്തിട്ട് അതിൻ്റെ തേങ്ങ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് പാലായിട്ട് നമ്മൾ ഈ മത്തങ്ങയും പരിപ്പും കൂടെ വെന്ത് വന്നതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കടുകും കൂടെ താളിച്ച് അതിലേക്ക് ഇടുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മത്തങ്ങയും പരിപ്പും വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും കൂടെ മിക്സിയുടെ ജാറിൽ കുറച്ചൊരു വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ ഈ കുക്കറിൽ വെന്ത് വന്ന പരിപ്പും മത്തങ്ങയിലോട്ട് തേങ്ങാപ്പാൽ അരിച്ചിട്ട് ഒഴിക്കുക. അല്ല മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് അരപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ മിക്സിയിൽ അത്ര നന്നായിട്ട് അരഞ്ഞു വരത്തില്ല, അതുകൊണ്ടിട്ട് ഇതെല്ലാം കൂടെ അരച്ചിട്ട് തേങ്ങാപ്പാലാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടാകുന്നുള്ളത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇപ്പോൾ കുക്കറിൽ ആവിയെല്ലാം പോയി വന്നിട്ടുണ്ട്. 3 വിസിലോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഗ്യാസ് വളരെ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ 3 വിസിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവിയെല്ലാം പോയതിന് ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ചെറിയുള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ചൊരു എരിവായിട്ട് നമ്മൾ ആദ്യം ഒരു 3 പച്ചമുളക് അതിൽ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഉണക്കമുളക് കടുക് താളിക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഒരു 5-6 ഉണക്കമുളക് പാതിയായിട്ട് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുള്ള കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു കടുക് കൂടെ താളിച്ചിട്ടേ, അപ്പോഴേക്കും ഉള്ളിയെല്ലാം മുരിഞ്ഞ് വരുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള സ്മെല്ലും കൂടെ കിട്ടും നമുക്ക്. നല്ലൊരു സൂപ്പർ കറിയാണ്. ഇതും പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വളരെ നല്ല ഒരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിന് മേലെ ഇതിൽ യാതൊരുവിധ കീടനാശിനികളും ഇല്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ മത്തങ്ങ കറി, പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ ബൈ.